പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായി നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലെ മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വലിയതും വ്യത്യസ്തവുമായ അജ്ഞാതരായ പ്രേക്ഷകരിലേക്ക് വിവരങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന പ്രക്രിയയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ടെലിവിഷൻ, റേഡിയോ, പത്രങ്ങൾ, മാസികകൾ, ഇൻ്റർനെറ്റ് തുടങ്ങിയ വിവിധ മാധ്യമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയതും സങ്കീർണവുമായ സംവിധാനമാണിത്. ഇതിൻ്റെ കാതൽ സംസ്കാരത്തെ രൂപപ്പെടുത്താനും പെരുമാറ്റത്തെ സ്വാധീനിക്കാനും വലിയ തോതിൽ വിവരങ്ങൾ കൈമാറുന്നതാണ്. സന്ദേശങ്ങൾ പലപ്പോഴും ശക്തമായ സ്ഥാപനങ്ങളോ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റർമാരോ ആണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ ഇത് പരിമിതമായ ഫീഡ്ബാക്ക് ഉള്ള ഒരു വൺ വേ പ്രക്രിയയാണ്, ഏകമുഖ പ്രക്രിയയാണ്. ഡെഫിനിഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ നിർവചനങ്ങൾ. ജോസഫ് ഡൊമിനിക് പറയുന്നത് നിർവചനം നമുക്ക് നോക്കാം. ഒരു വ്യക്തിയോ ഗ്രൂപ്പോ വലിയ സ്ഥാപനമോ ഒരു സന്ദേശം സൃഷ്ടിച്ച് ഒരു മാധ്യമത്തിലൂടെ വലിയ അജ്ഞാതവും വ്യത്യസ്തവുമായ പ്രേക്ഷകരിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ജോസഫ് ഡൊമിനിക്കിൻ്റെ നിർവചനം. അടുത്തത് ഗ്ലെൻ സ്പാർക്സ് ആൻഡ് ലാരി ഡി ഫിഷറിൻ്റെ ഡെഫിനിഷനാണ്. റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആളുകളും സ്ഥാപനങ്ങളും എങ്ങനെ ഒരേ സമയം ജനസംഖ്യയുടെ വലിയ വിഭാഗങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഗ്ലെൻ സ്പാർക്സ് ആൻഡ് ലോറി ഡി ഫിഷർ എന്നതിൻ്റെ അഭിപ്രായം. അടുത്തത് ഡെനിസ് മക്വെയിലിൻ്റെ ഡെഫിനിഷനാണ്. സാമൂഹ്യ തലത്തിലുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു പ്രത്യേക വശമായി അദ്ദേഹം മാസ് കമ്മ്യൂണിക്കേഷനെ കാണുന്നു. അതിനെ അതിൻ്റെ സ്ഥാപനാപരമായ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാൻ സാധിക്കും. ഇനി അടുത്ത പറയുന്നത് ലിറ്റിൽ ജോൺ ആൻഡ് ഫോസിൻ്റെ ഡെഫിനിഷനാണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ പ്രേക്ഷകരിലേക്ക് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെയും ഈ സന്ദേശങ്ങൾ പൊതുജനങ്ങളാൽ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു, മനസ്സിലാക്കപ്പെടുന്നു, സ്വാധീനിക്കപ്പെടുന്നു എന്നതിനെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയായി ലിറ്റിൽ ജോൺ ആൻഡ് ഫോസ് കമ്മ്യൂണിക്കേഷനെ നിർവചിക്കുന്നു. അടുത്തത് ബാരൻ ആൻഡ് ഡേവിസിൻ്റെ ഡെഫിനിഷനാണ്. പ്രേക്ഷകരുടെ ധാരണയെയോ പെരുമാറ്റത്തെയോ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ട് ഒരു മാധ്യമത്തിലൂടെ സന്ദേശം അയക്കുന്നവരിൽ നിന്ന് വലിയ പ്രേക്ഷകരിലേക്ക് സന്ദേശം കൈമാറ്റം ചെയ്യുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ബാരൻ ആൻഡ് ഡേവിസ് നിർവചിക്കുന്നു. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ സവിശേഷതകൾ. ഇപ്പോൾ പറയുന്നത് മറ്റ് ആശയവിനിമയ രീതികളിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനെ വേറിട്ട് നിർത്തുന്ന ചില സവിശേഷതകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ലാർജ് ആൻഡ് ഹെറ്ററോജീനിയസ് ഓഡിയൻസസ്, വലിയതും വ്യത്യസ്തമായ പ്രേക്ഷകർ. സന്ദേശങ്ങൾ ആശയവിനിമയം നടത്തുന്നയാൾക്ക് അറിയാത്തതും വ്യത്യസ്തവുമായ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. എന്താണ്? സന്ദേശം ആശയവിനിമയം നടത്തുന്നയാൾക്ക് അറിയാത്തതും വ്യത്യസ്തവുമായ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. പ്രേക്ഷകർ വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്നു. രണ്ടാമത്തതാണ് കോമൺ മെസ്സേജസ്. രണ്ടാമത്തത് കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്കാറ്റേർഡ് ആൻഡ് ഇൻഡിവിജ്വലി അൺനോൺ ഓഡിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് ഓഡിയൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിസ്പേഴ്സ്ഡ് അക്രോസ് എ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ ആൻഡ് ദ കമ്മ്യൂണിക്കേറ്റർ ഈസ് യൂഷ്വലി അൺഫെമിലിയർ വിത്ത് ദ ഓഡിയൻസ്. എന്നാണ് രണ്ടാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ സവിശേഷതയാണ് കോമൺ മെസ്സേജസ്, പൊതുവായ സന്ദേശങ്ങൾ. ഒരേ സന്ദേശം ഒരേ സമയം വലിയതും വ്യത്യസ്തമായ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അടുത്തതാണ് യൂസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് മീഡിയ. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗം എന്ന് വെച്ചാൽ റേഡിയോ, ടെലിവിഷൻ, പത്രങ്ങൾ, പോസ്റ്ററുകൾ, ലഘുലേഖകൾ എന്നിവ പോലുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളെയാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ ഇത് ആശ്രയിക്കുന്നത്. അടുത്ത അഞ്ചാമത്തേത്
റാപ്പിഡ് ആൻഡ് കണ്ടിന്യൂസ് മെസ്സേജ് ഡിസമിനേഷൻ, വേഗമേറിയതും തുടർച്ചയായതുമായ വിദ്വേഷ വിതരണം. സന്ദേശങ്ങൾ പ്രേക്ഷകരിലേക്ക് വേഗത്തിലും തുടർച്ചയായും വിതരണം ചെയ്യുന്നു. ആധുനിക സാങ്കേതിക വിദ്യ തൽക്ഷണ സന്ദേശ കൈമാറ്റത്തിനും ആയിരക്കണക്കിന് പകർപ്പുകൾ വേഗത്തിൽ വിതരണം ചെയ്യാനും സഹായിക്കുന്നു. ആറാമത്തത് ആബ്സെൻസ് ഓഫ് ഡയറക്റ്റ് ഫീഡ്ബാക്ക്, നേരിട്ട് ഫീഡ്ബാക്കിൻ്റെ അഭാവം. ഇത് പ്രധാനമായും ഒരു ഏകമുഖ പ്രക്രിയയാണ്, വൺ വേ പ്രക്രിയയാണ്. യൂട്യൂബ്, ലൈവ് ടെലിവിഷൻ പോലുള്ള ആധുനിക മാധ്യമങ്ങൾ ചില തൽക്ഷണ ഫീഡ്ബാക്ക് നൽകുന്നുണ്ടെങ്കിലും ഇത് സാധാരണയായി വ്യക്തിഗത ആശയവിനിമയമായി താരതമ്യം ചെയ്യുമ്പോൾ പരിമിതവും കാലതാമസം നേടുന്നതുമാണ്. അടുത്ത ഏഴാമത്തത് പ്രൊഫഷണൽ അസിസ്റ്റൻസ് റിക്വയർഡ്, പ്രൊഫഷണൽ സഹായം ആവശ്യമാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ സന്ദേശങ്ങൾ സൃഷ്ടിക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനും റിപ്പോർട്ടർമാർ, എഡിറ്റർമാർ, അഭിനേതാക്കൾ, എഴുത്തുകാർ എന്നിവരെ പോലുള്ള പ്രൊഫഷണലുള്ള സഹായം ആവശ്യമാണ്. അടുത്തത് എട്ടാമത്തത് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. കമ്പ്യൂട്ടറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, മൊബൈൽ ഫോണുകൾ, ബ്രോഡ്കാസ്റ്റിംഗ് മാധ്യമങ്ങൾ, പ്രിന്റിംഗ് ഉപകരണങ്ങൾ എന്നിവ പോലുള്ള വിവിധ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഇത് ഉപയോഗിക്കുന്നു. ഇനി ഈ യൂണിറ്റിൽ നിന്ന് വരാവുന്ന 5 മാർക്കിൻ്റെയും എസ് എ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് മാസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൗ ഡസ് ഇറ്റ് റിലേറ്റഡ് ടു ട്രഡീഷണൽ മാസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് മാസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ഇത് പരമ്പരാഗത മാസ് കമ്മ്യൂണിക്കേഷനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, ആൻസർ: പരമ്പരാഗത മാസ് കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ വ്യക്തിഗത ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നതിനെയും, പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ചിലപ്പോൾ വ്യക്തമായി കേൾക്കണമെന്നില്ല, അപ്പോൾ ഒന്നുകൂടെ നല്ലോണം ശ്രദ്ധിക്കുക. പരമ്പരാഗത മാസ് കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ വ്യക്തിഗത ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നതിനെയും തിരിച്ചും വിവരിക്കാൻ ഒ സള്ളിവൻ്റെ ആശയമാണ് മാസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടിൻ്റെയും സംയോജനവും ഉൾക്കൊള്ളുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പോലുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ച മാസ് വ്യക്തിഗത ആശയവിനിമയങ്ങൾ തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളയുകയും മധ്യസ്ഥതയിലുള്ള ആശയവിനിമയത്തിലൂടെ നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ട് ആൻഡ് കോൾഡ് മീഡിയ ആസ് പെർ മാർഷൽ മക്ലൂഹാൻ. മാർഷൽ മക്ലൂഹൻ്റെ അഭിപ്രായത്തിൽ ഹോട്ട് മീഡിയയും കോൾഡ് മീഡിയയും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുക. ആൻസർ: മാർഷൽ മക്ലൂഹൻ്റെ അഭിപ്രായത്തിൽ പ്രേക്ഷകരിൽ നിന്ന് ആവശ്യമായ വിവരങ്ങളുടെയും പങ്കാളിത്തത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് മീഡിയയായി തരംതിരിക്കാം. ഫോട്ടോഗ്രാഫുകളും റേഡിയോയും പോലുള്ള ഹോട്ട് മീഡിയ ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു. അത് പ്രേക്ഷകരിൽ നിന്ന് കുറഞ്ഞ പ്രയത്നം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് നിഷ്ക്രിയമായ ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ടെലിവിഷനും വെർച്വൽ റിയാലിറ്റിയും പോലുള്ള കോൾഡ് മീഡിയ പ്രേക്ഷകരിൽ നിന്ന് കൂടുതൽ സംവേദനാത്മകമായ ഇടപെടലും സജീവമായ പങ്കാളിത്തവും ആവശ്യപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: വൈ ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എ വൺ വേ പ്രോസസ്? എന്തുകൊണ്ടാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു ഏകമുഖ പ്രക്രിയയായി, വൺ വേ പ്രോസസ് ആയി വിശേഷിക്കപ്പെടുന്നത്? ആൻസർ: സന്ദേശം അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള ശാരീരികവും സാമൂഹികവുമായ അകലം കാരണം മാസ് കമ്മ്യൂണിക്കേഷൻ പ്രധാനമായും ഒരു ഏകമുഖ പ്രക്രിയയാണ്. ലൈവ് ടെലിവിഷൻ, യൂട്യൂബ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ തൽക്ഷണ ഫീഡ്ബാക്ക് നൽകുന്നുണ്ടെങ്കിലും പരമ്പരാഗത പ്രക്രിയയിൽ ഫീഡ്ബാക്ക് പരിമിതവും കാലതാമസവും നേരിടുന്നതുമാണ്. പ്രത്യേകിച്ചും അച്ചടി മാധ്യമങ്ങളിൽ ഇത് ഫീഡ്ബാക്ക് തൽക്ഷണവും തുടർച്ചയുമായ മുഖാമുഖ ആശയവിനിമയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനി അടുത്ത ചോദ്യം: വാട്ട് ആർ സം ഓഫ് ദ ട്രബിളിംഗ് ഇംപ്ലിക്കേഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഫ്യൂ ലാർജ് ഓർഗനൈസേഷൻസ്? കുറച്ച് വലിയ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ മാസ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: വയോകോം, ഡിസ്നി, റിലയൻസ് പോലുള്ള കുറച്ച് വലിയ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ
മാസ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തിന് ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. മാധ്യമ നിരൂപകൻ റോബർട്ട് മെക്കസ്നി അഭിപ്രായപ്പെട്ടതുപോലെ ഈ ശക്തമായ സ്ഥാപനങ്ങൾ സാംസ്കാരിക സംവാദങ്ങളിലും ഉള്ളടക്കത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. ഇത് വ്യത്യസ്ത ശബ്ദങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും അഭാവത്തിന് കാരണമാവുകയും പൊതുജന അഭിപ്രായങ്ങളെയും രാഷ്ട്രീയ ഫലങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്ലേ വിറ്റൽ റോൾ ഡ്യൂറിംഗ് ദ COVID-19 പാൻഡമിക്? COVID-19 മഹാമാരിയുടെ സമയത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു പ്രധാന പങ്ക് വഹിച്ചത്? ആൻസർ, ഇത് മുമ്പത്തെ ചോദ്യപേപ്പറിലൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ്. ആൻസർ ഇതാണ്. COVID-19 മഹാമാരിയുടെ സമയത്ത് പ്രധാന വിവരങ്ങൾ വലിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. രോഗബാധ പ്രതിരോധ നടപടികൾ, വാക്സിനേഷൻ ക്യാമ്പയിനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ സർക്കാരുകളും ആരോഗ്യ സംഘടനകളും വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. കൂടാതെ ലോക്ക്ഡൗൺ, സാമൂഹിക അകലം പാലിക്കൽ സമയങ്ങളിൽ ആളുകളെ ബന്ധിപ്പിച്ച് നിർത്താനും ഒറ്റപ്പെടലും ഉത്കണ്ഠയും കുറയ്ക്കാനും ഇത് സഹായിച്ചു. ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എലബറേറ്റ്സ് ഓൺ ഇറ്റ്സ് വേരിയസ് യൂണിക് characteristics that set it apart from other forms of communication. മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നിർവചിക്കുകയും മറ്റ് ആശയവിനിമയ രീതികളിൽ നിന്ന് അതിനെ വേറിട്ടു നിർത്തുന്ന അതിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്യുക. ആൻസർ, വലിയതും വ്യത്യസ്തമായ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രക്രിയയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ടെലിവിഷൻ, റേഡിയോ, പത്രങ്ങൾ, ഇന്റർനെറ്റ് പോലുള്ള വിവിധ മാധ്യമ ചാനലുകളിലൂടെ വലിയ തോതിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രവൃത്തിയാണത്. പൊതുജനാഭിപ്രായത്തെ സ്വാധീനിച്ചും സാമൂഹ്യ മാറ്റങ്ങൾ വരുത്തിയും ഇത് നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മാസ് കമ്മ്യൂണിക്കേഷനെ അതുല്യമാക്കുന്ന സവിശേഷതകൾ ഇവയാണ്. വലുതും വ്യത്യസ്തമായ പ്രേക്ഷകർ, ലാർജ് ആൻഡ് ഹെറ്ററോജീനിയസ് ഓഡിയൻസ്. വ്യക്തിഗത ആശയവിനിമയത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകർ വളരെ വലുതും വ്യത്യസ്തവും ആശയവിനിമയം നടത്തുന്നയാൾക്ക് അറിയാത്തവരുമാണ്. അവർ വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്നു. അടുത്ത പൊതുവായ സന്ദേശങ്ങൾ, കോമൺ മെസ്സേജസ്. പ്രേക്ഷകരുടെ പശ്ചാത്തലമോ സ്ഥലമോ പരിഗണിക്കാതെ ഒരു സന്ദേശം ഈ വലിയതും വ്യത്യസ്തമായ പ്രേക്ഷകരിലേക്ക് ഒരേ സമയം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ക്യാച്ചഡ് ആൻഡ് ഇൻഡിവിജ്വലി അൺനോൺ ഓഡിയൻസും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്? മെക്കാനിക്കൽ യൂസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് മീഡിയ. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗം. സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യാൻ ഇത് സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നു. ഇത് മുഖാമുഖ സംഭാഷണം പോലുള്ള ആശയവിനിമയ രീതികളിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. അടുത്ത പറയുന്നത് റാപ്പിഡ് ആൻഡ് കണ്ടിന്യൂസ് മെസ്സേജ് ഡിസമിനേഷൻ. വേഗമേറിയതും തുടർച്ചയായതുമായ വിതരണം. മാസ് കമ്മ്യൂണിക്കേഷൻ സന്ദേശങ്ങൾ വേഗത്തിലും തുടർച്ചയായും വിതരണം ചെയ്യപ്പെടുന്നു. ആധുനിക സാങ്കേതികവിദ്യ സന്ദേശങ്ങൾ തൽക്ഷണം കൈമാറാൻ അനുവദിക്കുന്നു. കൂടാതെ അച്ചടി മാധ്യമങ്ങളുടെ ആയിരക്കണക്കിന് പകർപ്പുകൾ ദിവസങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്യാൻ കഴിയും. പിന്നെയുള്ളതാണ് പരിമിതമായ ഫീഡ്ബാക്ക്. ഇത് പ്രധാനമായ ഒരു ഏകമുഖ പ്രക്രിയയാണ്. തത്സമയ പരിപാടികളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ചില തൽക്ഷണ ഫീഡ്ബാക്ക് സാധ്യമാണെങ്കിലും പരമ്പരാഗത മാതൃകയിൽ സ്വീകരിക്കുന്നയാളിൽ നിന്ന് നേരിട്ടുള്ള തൽക്ഷണ ഫീഡ്ബാക്കിൻ്റെ അഭാവം ഇതിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. പിന്നെ പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് റിക്വയർഡ്. പ്രൊഫഷണൽ സഹായം സന്ദേശങ്ങൾ സൃഷ്ടിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും പത്രപ്രവർത്തകർ, എഡിറ്റർമാർ, വക്താക്കൾ തുടങ്ങിയ പ്രൊഫഷണൽ ആശയവിനിമയ വിദഗ്ധരുടെ വൈദഗ്ധ്യം ആവശ്യമാണ്. അടുത്തത് ഇംപേഴ്സണൽ നേച്ചർ. വ്യക്തിപരവും സ്വഭാവമില്ലായ്മ. വലിയ പ്രേക്ഷകരും സാങ്കേതികവിദ്യയുടെ മധ്യസ്ഥതയും കാരണം ആശയവിനിമയം പലപ്പോഴും വ്യക്തിപരമല്ലാത്തതാണ്. കൂടാതെ ഈ പ്രക്രിയയിലുടനീളം പങ്കാളികൾ തുല്യമായി നിലനിൽക്കുന്നില്ല.
അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ഹൗ മാസ് കമ്മ്യൂണിക്കേഷൻ കോൺട്രിബ്യൂട്ടസ് ടു ദ കൺസെപ്റ്റ് ഓഫ് എ ഗ്ലോബൽ വില്ലേജ് ആസ് പ്രപ്പോസ്ഡ് ബൈ മാർഷൽ മക്ലൂഹാൻ. മാർഷൽ മക്ലൂഹൻ മുന്നോട്ട് വെച്ച ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിന് മാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്ന് ചർച്ച ചെയ്യുക. ആൻസർ: മാർഷൽ മക്ലൂഹന്റെ ഗ്ലോബൽ വില്ലേജ് എന്ന ആശയം മാസ് കമ്മ്യൂണിക്കേഷൻ ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിക്കാൻ കഴിവുണ്ടെന്നും ഇത് ഭൂമിശാസ്ത്രപരമായ അതിരുകളെ അപ്രസക്തമാക്കുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു. മാസ് കമ്മ്യൂണിക്കേഷനിലുള്ള വർദ്ധിച്ച ആശ്രയവും സാങ്കേതികവിദ്യയുടെ അതിവേഗ പുരോഗതിയും ഈ മാറ്റത്തിന് കാരണമാകുന്നു. മാസ് കമ്മ്യൂണിക്കേഷൻ ഈ ആശയത്തിന് സംഭാവന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് താഴെ കൊടുക്കുന്നു. ഒന്നാമതാണ് ബ്രേക്കിംഗ് ഡൗൺ ജിയോഗ്രാഫിക്കൽ ബാരിയേഴ്സ്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഇല്ലാതാക്കുന്നു. ആധുനിക ആശയവിനിമയ സാങ്കേതികവിദ്യകൾ ആളുകളെ അവരുടെ ഭൗതിക സ്ഥാനം പരിഗണിക്കാതെ തൽക്ഷണം ബന്ധിപ്പിക്കാനും വിവരങ്ങൾ പങ്കിടാനും അനുവദിക്കുന്നു. ഒരു ബ്രേക്കിംഗ് ന്യൂസ് വാർത്തയോ വൈറൽ വീഡിയോയോ തത്സമയം ആഗോള പ്രേക്ഷകരിലേക്ക് എത്താൻ ഇതിലൂടെ സാധിക്കുന്നു. പങ്കുവയ്ക്കുന്ന വിവരങ്ങളും അനുഭവങ്ങളും. അടുത്തത് ഷെയർഡ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ്. മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു പങ്കുവയ്ക്കപ്പെട്ട പൊതുമണ്ഡലം സൃഷ്ടിക്കുന്നു. അവിടെ വ്യക്തികൾക്ക് വ്യക്തിപരമായ വിവരങ്ങൾ പങ്കിടാനും ഒരു ആഗോള സംഭാഷണത്തിന്റെ ഭാഗമാകാനും കഴിയും. ഇത് ഭൗതികമായ അടുപ്പമില്ലാത്തവരാണെങ്കിലും പൊതുവായ താല്പര്യങ്ങളോ അനുഭവങ്ങളോ പങ്കെടുക്കുന്ന ആളുകൾക്കിടയിൽ ഒരു കൂട്ടായ്മ എന്ന തോന്നൽ വളർത്തുന്നു. അടുത്ത സാംസ്കാരിക വിനിമയമാണ്. ഇന്റർനെറ്റ്, ടെലിവിഷൻ, സിനിമകൾ പോലുള്ള മാധ്യമ ചാനലുകൾ സാംസ്കാരികവും ആശയപരവുമായ വിനിമയത്തിന് ആഗോളതലത്തിൽ സൗകര്യമൊരുക്കുന്നു. ആളുകൾക്ക് വ്യത്യസ്ത സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാനും ലോകമെമ്പാടുമുള്ള ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെടാനും കഴിയും. അടുത്ത കണക്ടിവിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ. ബന്ധങ്ങളും സാമൂഹ്യവൽക്കരണവും. സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വ്യക്തികൾക്ക് ലോകമെമ്പാടുമുള്ള ആളുകളുമായി വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കാനും നിലനിർത്താനും അനുവദിക്കുന്നു. ഇത് മാസ് വ്യക്തിഗത ആശയവിനിമയങ്ങൾ തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളയുന്നു. ഈ നിരന്തരമായ ബന്ധം ഒരു ചെറിയ ആഗോള സമൂഹമെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. എക്സാമ്പിൾ, ഉദാഹരണം: വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർക്ക് ബന്ധപ്പെടാനും ഒരുമിച്ച് കളിക്കാനും കഴിയുന്ന പബ്ജി പോലുള്ള ഓൺലൈൻ വീഡിയോ ഗെയിമുകൾ. ഭൗതിക അകലം മറികടന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്ലോബൽ വില്ലേജ് എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നതിന് ഒരു നല്ല ഉദാഹരണമാണ്. ഈ ഗെയിമുകളുടെ ഉയർന്ന സംവേദനാത്മക സ്വഭാവം കൂടുതൽ സംവേദനാത്മകമായ ഇടപെടലുകളും പങ്കാളിത്തവും ആവശ്യപ്പെടുന്നു. ഇത് മക്ലൂഹന്റെ കോൾഡ് മീഡിയയെക്കുറിച്ചുള്ള വിവരണത്തിന് യോജിച്ചതാണ്. ഇനി അതിൽ നിന്ന് വരാവുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: Who defined mass communication as the process by which a person, group or large organization creates a message and transmits it through some type of medium to a large anonymous heterogeneous audience? ഒരു വ്യക്തിയോ ഗ്രൂപ്പോ വലിയ സ്ഥാപനമോ ഒരു സന്ദേശം സൃഷ്ടിച്ച് ഒരു മാധ്യമത്തിലൂടെ വലിയ അജ്ഞാതരായ വ്യത്യസ്തരായ പ്രേക്ഷകരിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് നിർവഹിച്ചത് ആര്? ആൻസർ: ജോസഫ് ഡൊമിനിക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് മോസ്റ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ? മിക്ക മാസ് കമ്മ്യൂണിക്കേഷനുകളെയും പിന്നിലെ പ്രാഥമിക പ്രേരശക്തി എന്താണ്? ആൻസർ: ലാഭം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് യൂസിങ് ട്രഡീഷണൽ മാസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഫോർ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? വ്യക്തിഗത ആശയവിനിമയത്തിനായി പരമ്പരാഗത മാസ് കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ ഉപയോഗിക്കുന്നത് ഏതരം ആശയവിനിമയമാണ്? ആൻസർ: മാസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അടുത്ത ചോദ്യം: വിച്ച് മീഡിയ അക്കോർഡിംഗ് ടു മക്ലൂഹൻ റിക്വയർസ് മോർ സെൻസറി ഇൻപുട്സ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ ഓഡിയൻസ്? മക്ലൂഹന്റെ അഭിപ്രായത്തിൽ പ്രേക്ഷകരിൽ നിന്ന് കൂടുതൽ സംവേദനാത്മകമായ ഇടപെടലുകളും സജീവമായ പങ്കാളിത്തവും ആവശ്യമുള്ള മാധ്യമം ഏതാണ്? ആൻസർ: കോൾഡ് മീഡിയ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ ഓഡിയൻസ്? സന്ദേശം അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള അകലം കാരണം മാസ് കമ്മ്യൂണിക്കേഷന്റെ പ്രധാന സവിശേഷത ഏതാണ്? ആൻസർ:
നേരിട്ടുള്ള ഫീഡ്ബാക്കിൻ്റെ അഭാവം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് ഡിസെമിനേറ്റിംഗ് ഇൻഫർമേഷൻ ടു എ വാസ്റ്റ് ആൻഡ് ഡിവേഴ്സ് ഓഡിയൻസ്? വലിയതും വ്യത്യസ്തമായ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ആൻസർ മാസ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു മക്ലൂഹൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ലെറ്റ്സ് ടു ബി എ ഗ്ലോബൽ വില്ലേജ്? മക്ലൂഹന്റെ അഭിപ്രായത്തിൽ ഗ്ലോബൽ വില്ലേജ് എന്നതിലേക്ക് നയിക്കുന്ന മാസ് കമ്മ്യൂണിക്കേഷന്റെ സാധ്യത എന്താണ്? അപ്പോൾ ലോകമെമ്പാടുമുള്ള ആൻസർ, ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിക്കുക, ടു കണക്ട് പീപ്പിൾ വേൾഡ് വൈഡ്. അടുത്ത ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് മീഡിയ അക്കോർഡിംഗ് ടു മക്ലൂഹൻ റിക്വയർസ് ലിറ്റിൽ എഫേർട്ട് ഫ്രോം ദ ഓഡിയൻസ് ലീഡിംഗ് ടു പാസീവ് കൺസംപ്ഷൻ? മക്ലൂഹന്റെ അഭിപ്രായത്തിൽ പ്രേക്ഷകരിൽ നിന്ന് കുറഞ്ഞ പ്രയത്നം മാത്രം ആവശ്യപ്പെടുകയും നിഷ്ക്രിയമായ ഉപയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മാധ്യമം ഏതാണ്? ആൻസർ ഹോട്ട്സ് മീഡിയ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ എ വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ഓർഗനൈസേഷൻ ദാറ്റ് കൺട്രോൾ മോസ്റ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ അക്കോർഡിംഗ് ടു ദ SCHARMM? എന്താ വായിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ചോദ്യം ഇതാണ്, അക്കോർഡിംഗ് ടു ഷെം എന്നാണ്, SCHRMM, അതിന് പറയുന്നതാണ് എന്ത്? ഷാം. അവിടെ എന്താണ്? അവിടെ THR ഒക്കെ എന്താണ്? സൈലൻ്റ് ആണ്. അപ്പോൾ ഷാം എന്നാണ് പറയുന്നത്. ഷാമിൻ്റെ അഭിപ്രായത്തിൽ മിക്ക മാസ് കമ്മ്യൂണിക്കേഷനും നിയന്ത്രിക്കുന്ന ശക്തമായ സ്ഥാപനങ്ങളിലെ വർക്കിംഗ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ആൻസർ കോൺഗ്ലോമെറേറ്റ്സ്. CONGLOMERATES. കോൺഗ്ലോമറേറ്റ്സ്. അടുത്ത ചോദ്യം, ദ ഓഡിയൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിസ്പേഴ്സ്ഡ് അക്രോസ് എ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ ആൻഡ് ഈസ് യൂഷ്വലി വാട്ട് ടു ദ കമ്മ്യൂണിക്കേറ്റർ? മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രേക്ഷകർ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ചിതറിക്കിടക്കുന്നു. കൂടാതെ ആശയവിനിമയം നടത്തുന്നയാൾക്ക് അവർ സാധാരണയായി എന്താണ് അവർ കൊടുക്കുന്നത്? നടത്തുന്നയാൾ അവർക്ക് സാധാരണ എന്താണ് കൊടുക്കുന്നത്? ആൻസർ എന്താണ്? ഇൻഡിവിജ്വൽ അൺനോൺ എന്നാണ്, വ്യക്തിപരമായ അറിയാത്തവർ. ചോദ്യം ഇതാണ് ഒന്നുകൂടെ, മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രേക്ഷകർ ഒരു വലിയ ഭൂമിശാസ്ത്രമായ പ്രദേശത്ത് ചിതറിക്കിടക്കുന്നു. കൂടാതെ ആശയവിനിമയം നടത്തുന്നയാൾക്ക് അവർ സാധാരണ എന്താണ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ആണ് ഇൻഡിവിജ്വലി അൺനോൺ, വ്യക്തിപരമായ അറിയാത്തവർ. താങ്ക്സ് ഫോർ വാച്ചിങ്.